ഫിജി കാട്ട്, നമ്മുടെ ബോച്ചയുടെ ഫിജി കാട്ട്, അത് റിലേറ്റഡ് ആയിട്ട് ഒരു ചേച്ചി ഒരു വീഡിയോയിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോ കുറേ പേര് എനിക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഹൈറിച്ച് ആ ഒരു തട്ടിപ്പ് സാധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കണ്ടോ ബോച്ചയുടെ ഫിജി കാട്ടിൻ്റെ ഒരു വീഡിയോ, ചേട്ടാ നോക്ക് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ബോച്ചയുടെ ഫിജി കാട്ടാണെങ്കിലും ഹൈറിച്ച് ആണെങ്കിലും ഏതൊരു പരിപാടിയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി ചേരുന്നതാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, ഏർണിങ്സ് ലൈഫിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടോ പോകുന്ന പരിപാടിയാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിൽ തന്നെയാണ്. നിങ്ങളിത് എന്താ ഏതാണെന്നൊന്നും അറിയാതെ 10 ആളെ ചേർത്താൽ ഇത്ര കിട്ടും, 10 സാധനം വിറ്റാൽ ഇത്ര കിട്ടും, അത് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ഇത്ര രൂപ ഇറക്കണം, ഇതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലെന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ. അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന പരിപാടികളിൽ എത്രയൊക്കെ പൊട്ടിയിട്ടുണ്ട്, എത്ര സക്സസ് ആയിട്ടുണ്ട്, ആരുടെയൊക്കെ പൈസ പോയിട്ടുണ്ട്, ആരുടെയൊക്കെ ലൈഫ് സെറ്റിൽ ആയിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടൊക്കെ ചേർന്നാലും പിടിച്ചാലും മതി. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇന്നത് പൊട്ടിയില്ല, ഞാൻ 10 ആളെ ചേർത്തു, അവരെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കരച്ചിൽ മാത്രം ബാക്കിയാവും ലൈഫിൽ. അപ്പം ഇനി എന്തായാലും ആ ചേച്ചി ഇട്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓഫീസറിന്റെ ബിസിനസ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതുപോലെ കുറെ ചേച്ചിമാര് വരും, രഞ്ജും അങ്ങനെ സമീല എന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വരും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പോയാവല്ലേ? നിങ്ങൾക്ക് കുടുംബം നോക്കണമെന്നുള്ളവരും രക്ഷപ്പെടണമെന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം നിങ്ങൾ. കാരണം ഇത് സാർ അറിഞ്ഞുകൊണ്ടവിടെ അറിയാതെ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സാറിന്റെ പേരും പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റിച്ചു അവർ കൊണ്ടുവന്നിട്ട്, പക്ഷെ അത് നമ്മൾ വ്യാപിച്ചു കുടിച്ചു. പക്ഷെ ഇതിപ്പോ ആരും എടുക്കുന്നില്ല. കൊണ്ടു ചെല്ലുന്ന കൊടുത്ത മേടിച്ചവരെല്ലാം തിരിച്ചു തന്നിട്ട് അവര് നമ്മൾ ചോദിക്കണം ഇത് കൊല്ലാനാണ് ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന. കറ്റാർ വാഴ, ഞാലിപ്പഴം കൊള്ളാന്ന് പറയുന്നുണ്ട്, പക്ഷെ നെല്ലിക്കയുടെ ജ്യൂസ്, ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത്. ആടെ ഇരിക്കുന്ന ഇത് കൊണ്ടുവന്ന് ഇവിടെ തന്നിട്ട് ഇതുപോലെ അനേകം കൊണ്ട് വെട്ടിയുടെ അതിന്റെ അടിയിലൊക്കെ ചേരിക്ക് ഇരിക്കുകയാണ്. നമ്മക്ക് ഇതിപ്പോ കൊണ്ടുവന്ന് വിറ്റ് നമുക്ക് പൈസ എടുക്കാനൊന്നും പറ്റൂല. ഇത് അവര് ഇത്രയും നാളായിട്ട് ഇതെന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അവര് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒരിക്കൽ ഇതിന്റെ മറ്റ് വഴക്കായപ്പോഴത്തേക്കും അവര് പറഞ്ഞ് നമ്മൾ വന്ന് ഇത് വിറ്റൊക്കെ തരാം, നിങ്ങൾ വേറെ ആരാ എടുത്തിട്ട് നിങ്ങളെ പൈസ കൊണ്ട് തരാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി തിരിച്ചു തന്നു. പക്ഷെ അവര് പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. 2 ജ്യൂസും 2 തേയിലയും പിന്നെ ഒരു മുട്ടായി വന്നിട്ടുണ്ട്. 510 ഒരു മുട്ടായിക്ക് ചോക്കോ കറുവില്ല 510 രൂപ എന്നും പറഞ്ഞ് ഒരു മുട്ടായി, ഒരു 22 മുട്ടായി ഇവിടെ കൊണ്ടു തന്നു. അത് അത്രയും കൂടെ എന്റെ അനിയൻ പറക്കി വെച്ച് തിന്ന് അവന് ചൂട് കയറി. പിന്നെ അവൻ ആശുപത്രിയിൽ ഓട്ടവും ജ്യൂസ് അടിച്ച് കുടിയായിരുന്നു. എല്ലാം നമ്മളിപ്പോ പറ്റിച്ചിരിക്കുന്നത് ബോബി സാർ അറിയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ബോബി സാറിനെ കണ്ടിട്ടില്ല. പക്ഷെ വന്ന പെണ്ണുങ്ങളാണ് നമ്മളെ പറ്റിച്ചിരിക്കണം. ഇതിന്ന് കിട്ടിയത് എനിക്കത് അറിയില്ല. അക്കൗണ്ടിൽ മണനാക്ക് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് 1800 രൂപ വന്നു. 10,000 രൂപ അവര് പറഞ്ഞ 10,000 വരും, 2 പേര് അപ്പുറം ചേർത്താ 10,000 രൂപ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു 10,000 അല്ല, അപ്പുറം 5 വരെ ഇപ്പുറം 5 വരെ 10 വരെ ചേർക്കുമ്പോ 10,000 രൂപ വരും. അപ്പൊ 1,00,000 രൂപ അങ്ങോട്ട് അടയ്ക്കുമ്പോ ആകെ 10,000 രൂപ കിട്ടും. ഈ ചേച്ചീന്റെ സംസാരം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ചേച്ചിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. നാട്ടിൽ എന്താണ് നടക്കണേ, ഇങ്ങനത്തെ പരിപാടികളുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ്, അതിനെ കുറിച്ചിട്ടൊന്നും ഒരു തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇതൊരു പോണി ഇൻവെസ്റ്റ്മെന്റ് മാതിരിയാണ് എനിക്ക് തോന്നിയത്. അതായത് ബ്രാഞ്ച് അതിൽ ചേർത്ത് പോകണം, സൈഡിൽ ലെഫ്റ്റും റൈറ്റും ആളെ ചേർത്ത് പോവുക, ആദ്യം നമ്മൾ കുറച്ച് പൈസ കൊടുക്കുക, അവരെ കൊണ്ട് ഇടിയിപ്പിക്കുക, പിന്നെ അതിന് നമുക്ക് വരുമാനം കിട്ടുക. ഈ പരിപാടികൾ ഇത് ഈ ആട് മാഞ്ചിയം തേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിപ്പോൾ എത്ര കാലമായി കേരളത്തിൽ. അപ്പോൾ ഏത് ബ്രാൻഡ്, വിജി കാട്ടോ ഹൈറിച്ചോ എന്തോ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു ഏറ്റവും ലോവർ ടയറിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളെ കുറിച്ചോ പ്രത്യേകിച്ച് ഒരു ധാരണയില്ലാത്ത ചേച്ചിമാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാരെയൊക്കെ പോയിട്ട് സാമ്പത്തിക പ്രശ്നമുള്ളവരെ എസ്പെഷ്യലി പോയി കണ്ട് അവരോട് കുറേ എന്താ പറയുക വാഗ്ദാനങ്ങൾ ഇൻ ദ സെൻസ് കൊടുക്കുന്നത്, പലരുടെയും ജീവിതം മാറി നിങ്ങളതും മാറും, അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരണം, നിങ്ങൾ ഇത്ര ആളെ ചേർക്കണം, എന്നിട്ട് ഇവർ പോയി ചേരും. ചേർന്നതിന് ശേഷം പിന്നെ ഇവർക്ക് വേറൊരാളെ കൺവിൻസ് ചെയ്ത് ചേർക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പലർക്കും വരും. ആ സിറ്റുവേഷനിൽ കൈ ഒഴിയും. അതായത് ഇതിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇത്ര ആളെ ചേർക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതിൽ ഏറ്റവും വലിയ പൊട്ടത്തരം കാണിക്കുന്ന അറിയും, ഇതേപോലെ ആരെങ്കിലും ഒരാൾ പോയി ചേർന്നിട്ട് അവരെ കൊണ്ട് വേറൊരാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ചേച്ചി ലെഫ്റ്റും റൈറ്റും ചേർത്തത് ഈ ചേച്ചീന്റെ ഭർത്താവിനെയും മകളെയാണ്. അപ്പോഴും പൈസ വരുന്നതിനാണ് ഇറങ്ങുന്നത്. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ എത്ര കണ്ണിന് മുന്നിൽ കണ്ടിട്ടും വീണ്ടും പോയി ചാടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇവരുടെ സാമ്പത്തികമായ പ്രശ്നവും ഇവരുടെ സിറ്റുവേഷനുമാണ്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനത്തെയൊക്കെ സ്കീമും കൊണ്ടുവരുന്ന ആളുകളുടെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇനി ഞാനല്ല ആരിനി എത്ര വന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയി പെടുന്നവർ പെട്ടുകൊണ്ടേയിരിക്കും.
കരയുന്നവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ അത്യാവശ്യം കുരുട്ടുബുദ്ധിയുള്ള ആളുകൾ ഇവരെ പോലുള്ളവരെ ഇതിൽ കൊണ്ടുവന്നിട്ടിട്ട് പൈസ ഉണ്ടാക്കും. ഇനി ഇതിന് ബോച്ച കൊടുത്ത കുറച്ച് റിപ്ലൈ ഉണ്ട് ഈ ചേച്ചിയുടെ വീഡിയോയ്ക്ക്, അതും കൂടി നോക്കാം. അഭിനയമോ കൊട്ടേഷനോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ? ഒരു മുട്ടായി, ഒരു 22 മുട്ടായി ഇവിടെ കൊണ്ടു തന്നു. അത് അത്രയും കൂടെ എന്റെ അനിയൻ പറക്കി വെച്ച് തിന്ന് അവന് ചൂട് കയറി. പിന്നെ അവൻ ആശുപത്രിയിൽ ഓട്ടവും ജ്യൂസ് അടിച്ച് കുടിയായിരുന്നു. ബോച്ചെ ടീ അടിച്ചാൽ ഫിറ്റ് ആകുമോ? അതെന്താ, ഞാൻ ചായയിൽ ചാരായം ചേർത്തിട്ടാണോ വിൽക്കുന്നത്? ബോച്ചെ നിൻ ടിക്കറ്റിലൂടെ 25 കോടി ബമ്പർ സമ്മാനം. ദിവസേന നറുക്കെടുപ്പിലൂടെ അനേകം പേർക്ക് ക്യാഷ് പ്രൈസുകൾ. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ബോച്ച വന്നിരുന്നിട്ട് ഈ ചേച്ചിയുടെ ഇഷ്യൂ അഡ്രസ് ചെയ്യുക എന്നുള്ള സ്കീമിലാണ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. ഈ ചേച്ചി വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രോപ്പർ റിപ്ലൈ എന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ ഇനി ബിസിനസ്സിലോട്ട് വരുന്ന ആളുകൾക്ക് ഇനി എന്തൊക്കെ ചെയ്യണം, ഈ പറഞ്ഞ ഫിജി കാർഡ് കാരണം എല്ലാവരുടെയും ലൈഫ് സെറ്റിലായി, ഈ ചേച്ചിക്ക് ബിസിനസ് അറിയാത്തതുകൊണ്ടാണ് ഈ സ്കീമിൽ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ബോച്ച എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ക്ലവർ ബിസിനസ്മാനാണ്, ഷൂഡ് ബിസിനസ്മാനായി ചങ്ങാതി. ആശാൻ എന്ത് ചെയ്ത് നൈസായിട്ട് ആശാന്റെ ചായപ്പൊടിയും പിന്നെ ആശാന്റെ ബാക്കി ബിസിനസിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു തീർത്തു. ഇങ്ങനെ എങ്ങാണ്ട് മറ്റേ GCC കൺട്രിയിൽ ഒരു ചായപ്പൊടി ഇറക്കി, അതിന്റെ കൂട്ടത്തിലൊരു മറ്റേ ഈ ലക്കി ഡ്രോ ആയിരുന്ന പരിപാടി ഇല്ലടി, ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അതിനൊപ്പം ഒരു കൂപ്പൺ കിട്ടും, ആ കൂപ്പൺ ചുരണ്ടി കഴിഞ്ഞാൽ വിന്നറാവും, അങ്ങനത്തെ പരിപാടി. അത് മൂപ്പരെങ്ങാണ്ട് GCC കൺട്രിയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന് കുറെ വിമർശനങ്ങൾ വന്നത് ഇനി കൂപ്പണിനല്ല, ഇങ്ങനെ ചായ കുടിച്ചിട്ട് ആളുകൾക്ക് കുറച്ച് വേറെ മൂഡിലേക്ക് പോകുന്നു എന്നൊക്കെ ഇങ്ങേരാണ് എന്ന് പറയുന്നത്. ഞാനിതുവരായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല. ബോച്ചെ ടീ എന്നെ ഇങ്ങനെ എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിലാവും നിങ്ങളും അറിയുന്നത് ബോച്ചെ ടീ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും, ഈ ചായ കുടിച്ചതിന് ശേഷം ആളുകൾ മൂഡ് മാറുന്നു എന്ന കംപ്ലൈന്റ് പറയുന്നു എന്നുള്ളതൊക്കെ ഇങ്ങേര് തന്നെ വിളിച്ചു പറയാണ്. സോ അത് കൈൻഡ് ഓഫ് പബ്ലിസിറ്റി തന്നെയാണ്. അങ്ങേര് വന്നിരുന്നിട്ട് അങ്ങേരുടെ പ്രൊഡക്റ്റ് അങ്ങേര് തന്നെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫൈൻ. പക്ഷെ ഈ ചേച്ചിയുടെ വിഷയം അങ്ങേര് അഡ്രസ് ചെയ്ത രീതിയാണ് നിങ്ങൾ കാണുന്നത്. സാധനങ്ങൾ വാങ്ങി നഷ്ടം വന്നു, അതിൽ സഹോദരിക്ക് വിഷമമുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ അതിൽ കൂടുതൽ കേരള ജനത ഈ സാധനങ്ങൾ വാങ്ങി നഷ്ടം വരരുത് അവർക്ക്, അല്ലെങ്കിൽ സഹോദരി നിങ്ങളെക്കാൾ കൂടുതൽ കേരള ജനതയെ മൊത്തം സ്നേഹിക്കുന്നു, അവരെ കരുതുന്നു എന്നറിയുമ്പോൾ, ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യത്തില് എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനം തോന്നി. സഹോദരി പറയുന്നത് ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് തന്നെ നിർത്തണം എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ഫിജി കാർഡ് എന്നല്ല, ആരും തന്നെ വന്നാലും നിങ്ങൾക്കൊരു സാധനം വേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കാലോ. അതിപ്പോ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഇല്ലേ, വാങ്ങണോ വാങ്ങണ്ടേ എന്നൊക്കെ. ഈ ആര് പറഞ്ഞാലും ഒരു സാധനം വേണോ വേണ്ടേ, ഒരു ബിസിനസ് തുടങ്ങണോ വേണ്ടേ എന്നുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ബോച്ചേനോട് ഇപ്പൊ അതിനെക്കുറിച്ച് പറയാനല്ലല്ലോ പറഞ്ഞത്. ബോച്ചേനെ കുറിച്ച് ഈ ചേച്ചി പറയുന്ന ആരോപണങ്ങളിൽ സംസാരിക്കാൻ പറയുമ്പോൾ ബോച്ച പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ, ഇപ്പൊ എനിക്ക് വിജയ് കാട്ടുമായിട്ടൊരു ബന്ധമല്ല, എന്റെ സ്ഥാപനമല്ല വിജയ് കാട്ട്. പക്ഷെ നമുക്കിത് കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഒരാളോട്, ഡേ എനിക്ക് വേണമെങ്കിൽ മേടിച്ചാൽ പോരായിരുന്നു നമുക്ക് ചോദിക്കാം. നേരെ മറിച്ച് ഫിജി കാർട്ടുമായിട്ട് ബന്ധമല്ല, ഈ ഫിജി കാർട്ടിന്റെ ഒരു പ്രൊമോഷനൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി ഫിജി കാർട്ട് ഇങ്ങനെ തമ്മിലുള്ള ബന്ധം ടെക്നിക്കലി എന്താന്നുള്ളത് ഇപ്പൊ എനിക്ക് വന്നിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അതിന്റെ ബാക്കിൽ ചേഞ്ച് നോക്കിയിട്ടില്ല. എന്താണെങ്കിലും ഫിജി കാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ബോച്ച തന്നെയാണ്. ഇപ്പൊ ബോച്ചെ ആവുമ്പോ ഈ ചേച്ചി വീഡിയോക്കകത്ത് ബോച്ചെ സാർ ഇത് അറിഞ്ഞോ, ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞിട്ടാണോ എന്നെ ബാക്കിയുള്ളവർ പറ്റിച്ചതെന്നൊക്കെയാണ് അവരുടെ കൺസേൺ പറയുന്നത്. പക്ഷെ മൂപ്പരെപ്പോഴും വന്നിരുന്നിട്ട് ഫിജി കാർട്ട് വഴി എത്ര പേര് രക്ഷപ്പെട്ടു, ഫിജി കാർട്ട് വഴി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ടാലന്റഡ് ആവണം, അല്ലെങ്കിൽ അറ്റം വരെ പോയിട്ട് നമ്മൾ കാണണം, നമുക്ക് അത്രയും ബിസിനസ് സ്കില്ല് വേണം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഫിജി കാർട്ടിൽ ചേർക്കുന്നവരെ എല്ലാവരെയും കൂടി നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് ഒരു 30 ദിവസം 60 ദിവസത്തെ ബിസിനസ് സ്കില്ല് ഡെവലപ്മെന്റ് ക്ലാസ് എടുത്ത് കൊടുക്കും ബോച്ചെ, അതല്ല ബെറ്റർ. ഇതിപ്പോൾ ആ ചേച്ചി വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നമാണ് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഏത് ഫിജി കാർഡിലെ ഏത് മെമ്പറാണ് ഇവരെ ചേർത്തത്, എന്താണ് അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചത് എന്നുള്ളതൊക്കെ അത് ആ വഴിക്ക് നോക്കാം. പക്ഷെ ബോച്ച ഈ എൻ്റയർ വീഡിയോയിൽ പറയുന്നത് ബോച്ചേൻ്റെ ചായപ്പൊടി റിലേറ്റഡ് ആയിട്ട് ബിസിനസ്സിൽ ആളുകൾ GCC കൺട്രിയിൽ പറയുന്ന കാര്യങ്ങളും, അതിലൂടെ ഇവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് ബോച്ചയുടെ ചായപ്പൊടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു പരിചയപ്പെടുത്തലും, പ്ലസ് ഇനിയിപ്പോൾ ബോച്ചേൻ്റെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നതാണോ എന്നറിയില്ല, ഫിജി കാർട്ടുമായിട്ട് ബന്ധപ്പെട്ടവർക്കും അല്ലെങ്കിൽ ബോച്ചയുടെ പ്രൊഡക്ട്സ് വാങ്ങുന്നവർക്കും ചിലപ്പോൾ ചായപ്പൊടി ഇവിടെ മുന്നേ ഉണ്ടാവാം, അത് ചിലപ്പോൾ അറിയുമായിരിക്കാം. ഞാൻ ആദ്യമായിട്ട് ഇതിലാണ് കേൾക്കുന്നത്. പ്ലസ് ബോച്ച ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോച്ചയുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിന്നൊരു വ്യക്തി
കുറച്ച് പൈസ പറ്റിച്ചിട്ട് ബോച്ചേൻ്റെ അടുത്ത് നിന്ന് പോയി. ആ പൈസ പറ്റിച്ച് പോയ വ്യക്തിയുടെ ഉള്ള കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻഡയറക്ട്ലി ഈ ഫിജി കാർട്ടിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലേഡിയുടെ വീഡിയോയിലൂടെ ബോച്ചയെ തകർക്കാൻ ആരോ കരുതി കൂട്ടി ശ്രമിക്കുന്നു എന്നാണ് ബോച്ച പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതല്, അവർക്ക് വേണ്ടിയിട്ടുള്ള വിഷമവും നിങ്ങളുടെ ആ കരച്ചില്, മരിച്ച വീട്ടിൽ പോലും ഇത്രയും വലിയ കരച്ചിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് വിഷമിച്ച് കരയുന്ന ആ കരച്ചില് കണ്ടപ്പോ അത് പക്ഷെ എന്താ പറയാ, അത് കാണുന്നവര് പോലും കരഞ്ഞു പോകും. അത് സഹോദരി തന്നെ പറയുന്നു, 1.5-2 വർഷം മുമ്പാണ് ഫിജി കാർട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിയത്. പക്ഷെ ഒരു ചാനലിനെ വിളിച്ച് വരുത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം ഇത്രയും കാലമായിട്ട് ഈ ജ്യൂസ് കുടിച്ചില്ല, ഇതൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോ ഇതൊക്കെ എടുത്ത് കാണിക്കുന്നതൊക്കെ കാലി ചെപ്പുകളും കുപ്പികളുമാണോ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരു പക്ഷേ സഹോദരി സത്യസന്ധമായിട്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആ ലേഡിക്ക് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞൊരു വൻ മരം, അതിന്റെ മുന്നിൽ അതിന്റെ അടിയിലുള്ള ഏതെങ്കിലും ഒരു കല്ലും കഷ്ണത്തിന്റെ ഒരു പൊട്ടിന്റെ പകുതിയായിരിക്കും ഈ ചേച്ചി. ആ ചേച്ചിക്ക് അതിന്റെ കോൺസിക്വൻസ് അറിയില്ലേ? ചുമ്മാ വന്നിരുന്നിട്ട് ബോച്ചേനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോച്ചയുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർ വന്നിരുന്ന് വേറെ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസിന്റെ മുകളിൽ ബോച്ചേനെ തകർക്കാൻ വേണ്ടി വേറെ ആരുടെയെങ്കിലും ഒപ്പം കൂട്ട് നിന്നിട്ടൊക്കെ വന്ന് പറയുന്നതായിട്ട് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയില്ല. അവരുടെ പൈസ പോയ സങ്കടമാണ് അവർ പറയുന്നത്. അവരെ കെട്ടുതാലി പണയം വെച്ചിട്ട് അവർ പൈസ കൊടുത്തു, പ്ലസ് അവർ വേറെ കുറെ ആളുകളെ ചേർത്തു. അവരൊക്കെ ഇതേപോലെ സ്വർണം പണയം വെച്ചിട്ടൊക്കെയാണ് ഇതിൽ ചേർന്നത്. അപ്പൊ ഇപ്പൊ അവര് ഇവരോട് ഉത്തരം ചോദിക്കുകയാണ്. അവരുടെ സ്വർണവും സാധനവും തിരിച്ചെടുക്കണം. വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ അവരെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. അതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ബോച്ച പറഞ്ഞ പോലെ പ്രൊഡക്ട്സ് ഇവർ ഉപയോഗിച്ചോ ഇല്ലേ, അത് അവരുടെ ഇഷ്ടമല്ല, അവർ ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്. അപ് ടു ദം. 2 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഉപയോഗിക്കാതിരിക്കാം. ഈ പ്രൊഡക്ട്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്ന അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, ഇത് ബാക്കിയുള്ളവർക്ക് കൂടി കൊടുത്തിട്ട് ബിസിനസ് ആക്കാനും കൂടിയാണല്ലോ. അവരെ കൊണ്ട് ആ ബിസിനസ് നടക്കാത്തതുകൊണ്ടാണ് അവർ വന്നിരുന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഈ പരിപാടി പറ്റിയില്ല, എന്നോട് ഇങ്ങനെ ചേർക്കാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് ചേർത്തു, എന്നിട്ടും എനിക്ക് ക്യാഷ് കിട്ടിയില്ല. ഇതിപ്പോ ബോച്ച വന്ന് മാന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ചേച്ചി ഒരുമാതിരി ഊക്കി അടിച്ച് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞാൻ ഒരാഴ്ചയായിട്ട് ദുബായിലാണ്. ബോച്ചെ ടീയും ബോച്ചെ വിൻ ടിക്കറ്റും 4 ദിവസം മുമ്പ് ഇവിടെ ലോഞ്ച് ചെയ്തു. ഭയങ്കരമായ വൈറലായി പോയത്. 5 ദർഹത്തിന് ഒരു ബോക്സ് ബോച്ചെ ടീ വാങ്ങുമ്പോൾ ഒരു ബോച്ചെ വിൻ റാഫൽ ഡ്രോ ടിക്കറ്റ് സൗജന്യമായി അതിനൊപ്പം ലഭ്യമാക്കും. ദിവസേന ഒരുപാട് പേർക്ക് ക്യാഷ് പ്രൈസുകളാണ്. ബമ്പർ പ്രൈസ് 25 കോടി രൂപയാണ്. ഈ 4 ദിവസം കൊണ്ട് തന്നെ എത്രയോ ആയിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ അടിച്ചു. അപ്പോ ഇവിടെ ഒരു ദുഷ്പ്രചരണം ദുബായിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് എത്തിയോ എന്നറിയില്ല. ബോച്ചെ ടീ കഴിച്ചാൽ ഫിറ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണം പലതും ദുബായിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കഞ്ചാവോ ചാരായോ ഒന്നും ചേർത്തിട്ടുണ്ടാക്കുന്നതല്ല. ഇത് ബോച്ചെ 1000 ഏക്കറിലുള്ള ചായപ്പൊടിയും വിയറ്റ്നാം, ആഫ്രിക്ക എന്ന പല രാജ്യത്തുള്ള ചായപ്പൊടിയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇഫക്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ബോച്ചയുടെ ചായപ്പൊടി ബിസിനസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ കേട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് സ്വർണ്ണക്കടയിൽ ചായപ്പൊടി വിൽക്കുന്നത് കാണുന്നത്. പിന്നെ പുറത്ത് നിന്നതിൽ കുറെ ഞാൻ നോക്കുമ്പോൾ ഉള്ളത് കുറെ ബംഗാളികളും പാകിസ്ഥാനികളും പോലത്തെ ആളുകൾ. മലയാളികളൊന്നും ഞാൻ പുറത്തങ്ങനെ, എനിക്ക് പ്രഥമ ദൃഷ്ടിയാണ് മലയാളികളായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം ബോച്ച. സംഗതി എന്താണെങ്കിലും ബോച്ചയുടെ ചായ ബിസിനസിനെ കുറിച്ച് കേരളം മൊത്തം ഇപ്പോൾ എന്താണെങ്കിലും ചർച്ച ചെയ്തോളൂ. ആൻഡ് ബോച്ചേനെ പറയുന്നു ബോച്ചേൻ്റെ ചായപ്പൊടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ബോച്ചയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് വരാൻ കാരണം ബോച്ച അതിൽ ബ്ലെൻഡ് ചെയ്യുന്ന ചായപ്പൊടി പല സ്ഥലത്ത് നിന്നായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും ബോച്ച നൈസായിട്ട് ആ ചേച്ചിയുടെ സിറ്റുവേഷൻ വന്ന വീഡിയോ വെച്ചിട്ട് ചായപ്പൊടിയുടെ പ്രൊമോഷൻ നല്ല കിടലായിട്ട് നടത്തി. അതെന്താണെങ്കിലും കൊള്ളാം, നൈസ് സ്ട്രാറ്റജി. ഇതൊക്കെയാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് ഒരു ആർട്ടാണ്. ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണണം. ബിസിനസ്സിൽ വൈരാഗ്യം ഉണ്ടാവരുത്. ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം. ഫിജി കാർട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു പാർട്ട്ണർ
8 കോടി രൂപ തിരിമറി നടത്തി അദ്ദേഹത്തിനെ ഞാൻ പുറത്താക്കി. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പല സ്റ്റാഫുകളിൽ 4-5 പേരെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോയി. അതിൽ 2 പേര് അത് മതിയായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേരോ ഇപ്പൊ തുടങ്ങിയ പുതിയ കമ്പനിയുടെ ബ്രാൻഡ് നെയിമോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എനിക്ക് സിമ്പിളായിട്ട് ഇവിടെ പറയാം. പക്ഷെ ഞാൻ അത് തന്നെ ചെയ്താൽ പിന്നെ ഞാൻ ആരായി? ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇതിന് എതിരായി ഇതേ നാണയത്തിൽ ഒരു തിരിച്ചടി കൊടുത്താൽ ഞാനും അദ്ദേഹം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? എന്നെ സംബന്ധിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ 24 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ആയിട്ട് 70 ലക്ഷത്തോളം പേരുണ്ട്. എനിക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 കോടി ജനങ്ങളിൽ ഇദ്ദേഹം നടത്തിയ തിരിമറി ആ രേഖകളൊക്കെ ഇവിടെ സൂം ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കാനും അദ്ദേഹം ഇപ്പൊ തുടങ്ങി വെച്ച ബിസിനസ് തകർക്കാനൊക്കെ നിമിഷങ്ങൾ മതി. കാരണം കള്ളന്മാരുടെ കൂടെ ആരും കൂടാറില്ല. പക്ഷേ ഞാൻ വൈരാഗ്യമല്ല അവിടെ കാണിച്ചത്. ട്രെയിൻ പോകുമ്പോൾ പട്ടി ചിന്തിക്കുന്നത് പട്ടി കുരയ്ക്കുന്നത് കൊണ്ടാണ് ട്രെയിൻ പോകുന്നത് എന്ന്. പക്ഷേ പട്ടി കുരച്ചാലും കുറച്ചില്ലെങ്കിലും ട്രെയിൻ അത് മുമ്പോട്ട് തന്നെ പോയി. അപ്പൊ മൊത്തത്തില് ബോച്ച പറയുന്നത് ബോച്ചനെ ആരോ പറ്റിച്ചിട്ട് പോയി. ആ പറ്റിച്ചു പോയ വ്യക്തിയെ ബോച്ച ക്ഷമിച്ചു. തല്ലാനും കുത്താനും കൊല്ലാനും പോയില്ല. അങ്ങനെ ബോച്ച അങ്ങനെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പൊ ഇതിൽ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഫൈൻ, നോ വറീസ്. അപ്പോ ഈ ഒരു ഇഷ്യൂ ആണ്, അതായത് ഈ പറഞ്ഞ 8 കോടി തട്ടിച്ചു പോയ ഒരു വ്യക്തി ചിലപ്പോൾ ബോച്ചയെ പറ്റിച്ചു പോയിട്ട് ഈ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതാവാം എന്നുള്ള ചിന്ത ചിലപ്പോൾ ബോച്ചയ്ക്ക് വന്നതാവാം. അല്ലെങ്കിൽ ബോച്ചയ്ക്ക് ചിലപ്പോൾ അതിന്റെ സോഴ്സ് കിട്ടിക്കാണും. ഇങ്ങനെ ഒരു ചാനലിൽ ഈ ചേച്ചിയുടെ വീഡിയോ വരാൻ കാരണം അവരാണ് പിന്നിൽ എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായി കാണും. പക്ഷെ എന്താണെങ്കിലും ബോച്ച എന്തായാലും വീഡിയോ ഇട്ടു. ഞങ്ങൾ ആ വീഡിയോ കാണാനിരുന്നത് ഈ ചേച്ചിയുടെ പ്രശ്നം ബോച്ച എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളതാണ്. അതിന് പകരം ബോച്ച ഒരുമാതിരി മറ്റേ പട്ടി കുരയ്ക്കുമ്പോൾ ട്രെയിന് പോകുമ്പോൾ പട്ടീൻ്റെ വിചാരം ട്രെയിൻ ഓടുന്നത് പട്ടി കുരച്ചിട്ടാന്നുള്ള നാട്ടിൽ ഞാനെവിടെയും കേട്ടിട്ടില്ല. നിങ്ങളെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ബോച്ച കയ്യിൽ നിന്നിട്ട് എക്സാമ്പിളാണെന്ന് അറിയില്ല. ആ സാധനമൊക്കെ വെച്ച് ചേച്ചിയുടെ കണ്ണീര് വരെ സംശയിക്കുന്ന രീതിയിൽ ഒരു സാധനം ഇട്ടിട്ടാണ് പോയത്. എല്ലാവരെയും സഹായിക്കുന്ന ബോച്ചയല്ലേ. സ്വന്തം എന്താ പറയാ, ഒരു ബ്രാൻഡിൽ പോകുന്ന ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് ഒരാൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതി വന്നു, അവർ കരഞ്ഞ് വീഡിയോ ഇടുന്നു, അവരുടെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു, കെട്ടിതാലി അടക്കം പണയത്തിലാന്ന് പറയുമ്പോൾ അവരെ നേരിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഒക്കെ ഈ വേണ്ട. നിങ്ങൾ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുമ്പോഴടക്കം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാവാം. നിങ്ങൾക്ക് ബിസിനസ് അറിയാഞ്ഞിട്ടാവാം. ഇപ്പം എല്ലാവർക്കും ബിസിനസ് അറിയണമെന്നില്ലല്ലോ. ബോച്ചയുടെ ഫിജിക്കാർട്ട് ടീം പോയി ചേർക്കുന്ന എല്ലാവരും അംബാനിയുടെ മക്കളാവില്ലല്ലോ ബിസിനസ് അറിയാൻ വേണ്ടി. ഇപ്പം അംബാനിയുടെ മക്കളാണെങ്കിലും ബിസിനസ് അറിയണമെന്നില്ലല്ലോ. അംബാനിക്കല്ലേ ബിസിനസ് അറിയൂ, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഏത് അപ്പം പിന്നെ ഫിജിക്കാർട്ടിൽ ചേരുന്നതിന് മുന്നേ ഇങ്ങനത്തെ ചേച്ചിമാർക്ക് ക്ലാസ് ഒക്കെ എടുത്ത് ചേർത്തിയാൽ മതി. ഇനി അല്ല, ഇതിന് ഫിജിക്കാർട്ടിൽ ചേരുന്നതിന് മുന്നേ നിങ്ങളുടെ മോട്ടിവേഷൻ പരിപാടി ഉണ്ടോ എന്നുള്ളത് വലിയ എടുത്തൊന്നുമില്ല. സാധാരണ രീതിയിൽ ഇങ്ങനത്തെയൊക്കെ സെറ്റപ്പുകൾക്ക് മറ്റേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്. ഫുഡും സാധനമൊക്കെ അടിച്ച് എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്നുള്ളതൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഷ് പൂഷ് പരിപാടി. പക്ഷെ അവിടെയും ഞാൻ എവിടെയും ഈ ബിസിനസ് പഠിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇത് എങ്ങനെ സക്സസ്ഫുൾ ആക്കാന്നുള്ളത്. ബോച്ച തുടങ്ങിയപ്പോൾ ഇത് എങ്ങനെ സക്സസ്ഫുൾ ആക്കാന്നുള്ളത് ഞാൻ MBA കഴിഞ്ഞ കുട്ടികൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ലാസ്റ്റിലേക്ക് ആയപ്പോൾ ബോച്ചേനെ പറ്റിച്ചു പോയി ഒരാൾ അയാളെ ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു ടോക്കിലാണ് നിന്നത്. അപ്പോഴും ചേച്ചിയുടെ പ്രശ്നത്തിനൊരു കൺക്ലൂഷനോ അല്ലെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കിയതായിട്ട് ആ വീഡിയോയിൽ കണ്ടില്ല. ഇനിയിപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ബോച്ച എനിക്ക് തോന്നുന്നു ബോച്ചയൊക്കെ നേരിട്ട് പോയിട്ട് ആ പ്രശ്നങ്ങൾ തീർക്കുകയായിരിക്കും ബെറ്റർ. കാരണം എല്ലാവരെയും സഹായിക്കണം ബോച്ചയ്ക്ക്. ഇപ്പോൾ ആ ചേച്ചിയുടെ പ്രശ്നം പോയി ചോദിച്ചിട്ട് എന്താ വിഷയം എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇനി ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് പൈസ കൊടുക്കുന്നതാണെങ്കിൽ കൊടുക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. എന്താണെങ്കിലും ഈ ഹൈറിച്ചിന്റെ സാധനം ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് ഫിജിക്കാർട്ടിന്റെ ഒരു സാധനം ഇങ്ങനെ വരുന്നത്. മേ ബി ഇനിയിപ്പോൾ ബോച്ച പറഞ്ഞ പോലെ ബോച്ചയെ തകർക്കാൻ വേണ്ടി 8 കോടി കട്ടിട്ട് പോയ ആളുടെ പ്ലാനിങ്ങും ആണെങ്കിലും നമുക്ക് അറിയണമല്ലോ, നാട്ടുകാർക്ക് അറിയാം, മനസ്സിലാക്കാമല്ലോ നമുക്ക്. അപ്പോൾ അത് ബോച്ച തന്നെ പറയണം, അല്ലാതെ നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ബോച്ച പറഞ്ഞാൽ കേൾക്കാം. എന്താണെങ്കിൽ ചേച്ചി ജെന്യൂനായിട്ട് പറഞ്ഞു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ജെന്യൂൻ അല്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് സങ്കടമുണ്ട്.
അല്ലാതെ വെറുതെ ഒരാൾ വന്നിരുന്നിട്ട് ഇപ്പോൾ ഇത്രയും അവിടെ ആ ചേച്ചീൻ്റെ വീട്ടിൽ വേറെ അപ്പുറത്തുള്ളൊരു ചേച്ചിയുണ്ട്. ഈ ചേച്ചി ചേർത്തൊരു ചേച്ചി വന്നിരുന്നിട്ട് ഞാൻ പൈസ വയ്ക്കാൻ വന്ന ഇവളോട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നാടകം കളിക്കോളി.